ചിറകുണ്ട്, ചിറകിനെയും കട്ട് ചെയ്തിട്ടാണ് അത് കറി വെക്കാൻ വേണ്ടി അകത്തേക്ക് കൊണ്ടുപോകുന്നത്. വലിയ മീന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ ഏത് മീനായാലും ശ്രദ്ധിക്കേണ്ട കാര്യം ചൂണ്ട അകത്തേക്ക് ഉണ്ടോ എന്ന് നോക്കുകയാണ്. കാരണം അവനെ കറി വെക്കുമ്പോൾ ചൂണ്ടയായിരിക്കും കിട്ടുന്നത്. അപ്പൊ അകത്ത് അത് നോക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അത് നമ്മൾ വലിയ ചൂണ്ട കാണും അല്ലേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, പൂവുണ്ട് രണ്ട് സൈഡിലും. ആ പൂക്കളെല്ലാം മുറിച്ച് മാറ്റണം, ഒപ്പം കുടല് മാറ്റണം. ചിറകും മുറിച്ചതിന് ശേഷം മാത്രമേ കറി വെക്കാൻ വേണ്ടി നമുക്ക് അകത്തേക്ക് ഇത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ചിറക് വെട്ടിക്കളയാണ്. അപ്പോൾ ഇതിന്റെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടുണ്ട്. ചിറക് കളഞ്ഞു, കുടല് കളഞ്ഞു, അതുപോലെ തന്നെ അതിന്റെ രണ്ട് സൈഡിലുള്ള പൂക്കൾ കളഞ്ഞു. പിന്നെ പ്രത്യേക കാര്യം, ചന്ദ്രൻപിള്ള ചേട്ടൻ ചെക്ക് ചെയ്ത കാര്യം, അതിന്റെ അകത്ത് യാതൊരു ചൂണ്ടയും ഇല്ല എന്ന് ഉറപ്പുവരുത്തി. സാധാരണ വലിയ മീൻ വാങ്ങിക്കുമ്പോൾ ചൂണ്ട അകത്ത് വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ ചൂണ്ടയും ഇല്ല. അപ്പോൾ ഈ മീനിന്റെ കട്ടിംഗ് പ്രോസസ് കഴിഞ്ഞു. ഈ മീനുമായി നമ്മൾ അകത്തേക്ക് പോവുകയാണ്. മറ്റൊരു ഭാഗത്ത് കക്ക തോരൻ വയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ആദ്യം കക്ക ഇട്ടിട്ടുണ്ട്, കക്കയുടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്ലേ, ഉപ്പ് ഇടുക. ഇത് കക്ക, ഈ കക്ക എന്താണ് പ്രത്യേകത? ഇത് പൂവക്കക്ക എന്ന് പറയും. ഇത് മഞ്ഞപ്പൊടിയുടെ മഞ്ഞപ്പൊടി ഇട്ട് ഇത് വേവിക്കും നല്ല വൃത്തിയായിട്ട്. എത്രത്തോളം വേണം? നല്ല വേവണം. അരമണിക്കൂറെങ്കിലും എടുക്കേണ്ടി വരും. അരമണിക്കൂർ വേണം. അപ്പൊ നമ്മള് കക്ക വെക്കാൻ വേണ്ടി പൂവക്കക്ക തോരൻ വെക്കാൻ വേണ്ടി നമ്മള് വെള്ളം ഒഴിച്ച് കക്ക അതിന്റെ അകത്ത് ഇട്ട് ഒപ്പം ഉപ്പിട്ടു, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു. ഇനി ഒരു അരമണിക്കൂർ വേണം. ഒറ്റ മീന് നമ്മള് കറി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ കറി വെക്കാൻ വേണ്ടി നേരത്തെ അരിയുന്നത് എങ്ങനെയെന്നല്ല നിങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി അതിന് എന്തെല്ലാം ചേരുവകളാണ് ചേർത്ത് അതിന്റെ കറിക്കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. എന്തെല്ലാം ചേട്ടാ ചേർക്കേണ്ടത്? ഇതിനകത്ത് മുളക് പൊടി ഉണ്ട്. മുളക് പൊടി എത്ര മുളക് പൊടിയാണ് അതിന്റെ അകത്തുള്ളത്? ഇത് 1 കിലോ ഉണ്ട്. 1 കിലോ മുളക് പൊടി നമ്മൾ വെള്ളത്തിലിട്ട് അരച്ചെടുത്ത് എന്തെങ്കിലും ചേർക്കും? മുളക് പൊടി മാത്രം? മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി 1 കിലോ മല്ലിപ്പൊടിയാണ്. 1 കിലോ മുളകിന് 1 കിലോ മല്ലിപ്പൊടി, പിന്നെ ശകലം ജീരകം, ശകലം വെളുത്തുള്ളി, പിന്നെ ഇച്ചിരി മഞ്ഞപ്പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, ഇത്രയും ഇതിനകത്ത് ഒഴിച്ച് ഇത് ശരിയാക്കി. പിന്നെ ഉള്ളി പച്ചമുളക് ഇഞ്ചിയുടെ വാട്ടിട്ട് പിന്നെ അത് ചേർക്കും. അപ്പൊ ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ മുളക് പൊടി 1 കിലോ ഉണ്ട്, പിന്നെ മല്ലിപ്പൊടി ഉണ്ട്, പിന്നെ മഞ്ഞപ്പൊടി, ഇഞ്ചിയെല്ലാം വേറെ ഉള്ളിയുടെ വാട്ടിയിടത്തേ അല്ലാതെ ചേർത്തിട്ടുണ്ട്. മസാലകളെല്ലാം ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട്. ഓക്കെ, ബാക്കി ഇരുമ്പട്ടിക്കായിട്ട് വാട്ടിയിടും എല്ലാം കൂടെ. കറിക്കൂട്ടിലേക്ക് വേണ്ടി അടുത്ത ഉപ്പാണ് ഇടുന്നത്. നേരത്തെ എന്തെല്ലാം ചേർത്തത് നിങ്ങൾക്ക് അറിയാം. കാരണം മുളക് പൊടി ചേർത്ത് 1 കിലോ, പിന്നെ നമ്മൾ അതിനോടൊപ്പം 1/4 കിലോ മല്ലിപ്പൊടി ചേർത്തു, പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു 10 ഗ്രാം മഞ്ഞൾപ്പൊടി, ഇവയെല്ലാം ചേർത്താണ് ആദ്യം ചേർത്തത്. അപ്പം അതിനാവശ്യമായ ഉപ്പിട്ടു. ഇനി വേറെ എന്തെങ്കിലും ചേർക്കണോ? ഇനി ഇതിന് വേണ്ടി വടക്കൻ പുളിയാണ്. വടക്കൻ പുളി, ഇത് വടക്കൻ പുളിയാണ്. അത് ചേട്ടാ നമുക്ക് വടക്കൻ പുളി ചേർക്കാം. വെള്ളത്തോടെയാണോ ചേർക്കുന്നത്? അല്ല, ഇനി ഇത് കഴിയും. അപ്പം വടക്കൻ പുളി നമ്മൾ അതിലേക്ക് ഇടുകയാണ്. ചിലയിടത്ത് കൊടംപുളി എന്നും പറയും. പേര് മാറിയാല് ഇപ്പൊ ഇവിടെ വടക്കനാണ്. വടക്കൻപുളി ആണല്ലേ. നമ്മള് കറിയിലേക്ക് ചേർക്കാൻ വേണ്ടി വഴറ്റാൻ വേണ്ടിയാണ് ഇപ്പൊ എണ്ണ ഒഴിച്ചത്. മഞ്ഞപ്പൊടി ഇച്ചിരി സവാളയുടെ മഞ്ഞപ്പൊടി ഇടും അല്ലെ? ഇച്ചിരി മഞ്ഞപ്പൊടി എണ്ണ ഒഴിച്ചു, നമ്മൾ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടു. ഇനി സവാള തിളച്ചതിന് ശേഷം നമ്മൾ സവാള ചേർക്കുള്ളത്. ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമ്മുടെ പച്ചമുളക് അത് ഇതിലേക്ക് ഇടാം. അപ്പൊ ഇതിൽ ചേർത്ത കാര്യങ്ങള് ചേർത്തിട്ടുള്ളൂ. കാരണം ആദ്യം നമ്മൾ 1 കിലോ മുളക്, ഒപ്പം അതിനോടൊപ്പം തന്നെ ഒരു 250 ഗ്രാം മല്ലി, ഒരു മഞ്ഞൾപ്പൊടി 10 ഗ്രാം മഞ്ഞൾപ്പൊടി, ഒപ്പം അതിനോട് ചേർത്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് കുരുമുളക് ഇപ്പൊ ചേർക്കുന്നു, പച്ചമുളക്, ഒപ്പം ചെറിയ കൊച്ചുള്ളി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളായിട്ടുള്ളത് ചേർത്തു. ഇനി നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുകയാണ്. ഇത് തിളച്ചിട്ട് ഈ ഉള്ളി ഇതിനകത്ത് വാട്ടി ഇതിനകത്തിടും. ഇത് നമ്മൾ എണ്ണ ഒഴിച്ചു, എണ്ണയോടൊപ്പം തന്നെ മഞ്ഞപ്പൊടി ഇട്ട്, ഇത് തിളച്ചോടൊപ്പം തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇതിനോടൊപ്പം ഇട്ടൊന്ന് വഴറ്റിയെടുക്കുന്നു. വാട്ടി ഇതിനകത്ത് ചേർക്കും, ഇതിനോട് ചേർക്കും. ചേർത്ത് കഴിയുമ്പോൾ പിന്നെ ഇത് തിളച്ച് വെന്ത് കഴിയുമ്പോൾ തലയിട്ട് ഇറക്കുന്ന കേസേ ഉള്ളൂ. പിന്നെ കറിവേപ്പില ഇടും. തലക്കറി വെക്കാൻ വേണ്ടി നമ്മൾ അതിലെ ചേരുവയിൽ ചേർക്കാൻ വേണ്ടി ആദ്യം നമ്മൾ നേരത്തെ എണ്ണ ഒഴിച്ചു, ഒപ്പം അതിനോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു, പിന്നെ ഇപ്പോൾ കറിവേപ്പില ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് തിളച്ച് വന്നു. അപ്പോഴേക്കും ഇനി സവാള ഇടാം. ഇതും കൂടി
കൂടി ഒരു പരുവമായി കഴിഞ്ഞാൽ ഇത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്യാണ് ചെയ്യുന്നത്. ആ കറിയിലേക്ക് ഉണ്ടാക്കിയ കൂട്ടിലേക്ക് ഇത് ചേർക്കും. പിന്നെ തലയെടുത്ത് അകത്തിട്ടാൽ മതി. അപ്പോഴേക്കും ഒന്ന് വെന്ത് കഴിഞ്ഞാൽ തലക്കറി റെഡിയാണ്. ഇത് നല്ലതുപോലെ മഞ്ഞ കളറാവണം, നല്ല വാടണം. ഈ ഹോട്ടലിൽ കംപ്ലീറ്റ് ബിസിയാണ്. കാരണം ചേട്ടന്റെ എല്ലാ തൊഴിലാളികളെല്ലാം കൂടി, ഇവിടെ എല്ലാം തൊഴിലാളികൾ മാത്രമേ ഉള്ളൂ, ഇവിടെ മുതലാളിയൊന്നുമില്ല. അപ്പൊ എല്ലാവരും ഓരോ സൈഡിലും ഒരു സൈഡിൽ മീൻ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു സൈഡിൽ കറി വെക്കുന്നു, ഒരു സൈഡിൽ വേറെ ഒരു തോരൻ വെക്കുന്നു, അപ്പോൾ മീൻ പൊരിക്കുന്നു. ഭയങ്കര ബിസി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിനിടയിലാണ് എല്ലാ കാര്യങ്ങളും ചേട്ടൻ ചെയ്തു തരുന്നത്. ഇത് അരമണിക്കൂർ ആവാറായി. പ്രത്യേകിച്ച് ആയതുകൊണ്ട് അരമണിക്കൂർ തന്നെ വേവണം, നല്ലതുപോലെ വേവണം. നമ്മള് കക്ക തോരൻ വെക്കാൻ വേണ്ടി ചേർത്ത കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചു, കക്ക ഇട്ടു, കക്ക നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ചൂടായപ്പോൾ തന്നെ നമ്മൾ മഞ്ഞപ്പൊടി ഇട്ടു, ഒപ്പം ഉപ്പ് ഇട്ടു. അരമണിക്കൂറാണ് ഇത് വേവാൻ വേണ്ടി എടുക്കുന്ന സമയം. അതിനുശേഷം എന്തെല്ലാം ചേട്ടാ ചേർക്കുന്നത്? അതിനകത്ത് ആദ്യം പിന്നെ ഇരുമ്പ് കിടപ്പ് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ തിളയ്ക്കുമ്പോൾ ഒരു ശകലം വെളുത്തുള്ളി ഇടും. ശകലം വെളുത്തുള്ളി ഇട്ടിട്ട് പിന്നെ തേങ്ങ കൊണ്ടിടും. അരിഞ്ഞ തേങ്ങ ഇട്ടിട്ട് അത് വാടി വരുമ്പോൾ പിന്നെ സവാളയും പച്ചവളവും ഇഞ്ചിയും ഇടും. ഏറ്റവും രസകരമായ സംഭവം എന്ന് പറഞ്ഞാല് ഇവിടെ സാധാരണ എല്ലായിടത്തും വിറകെല്ലാം ഉപയോഗിക്കുന്നില്ല കണ്ട്. ഇവിടെ ചിരട്ടയെ വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒന്നിന് പിറകെ മറ്റൊന്നായിട്ട് ഇങ്ങനെ ചിരട്ട വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും തീരുന്നോളും അകത്തേക്ക് ചിരട്ട പെട്ടെന്ന് കത്തുന്നതുകൊണ്ട് ഫോഴ്സിനകത്തേക്ക് ഓരോന്ന് മാറി മാറി പോവുകയും ചെയ്യും. അപ്പൊ നമ്മുടെ കക്ക ഇറക്കാനുള്ള സമയമായിരിക്കുന്നു. 30 മിനിറ്റ് കഴിഞ്ഞു. ചേട്ടാ നമുക്ക് കക്ക ഇറക്കി മാറ്റാം. കക്ക തോരൻ വെക്കാൻ വേണ്ടി നമ്മൾ കക്കയിലെ വെള്ളം കളയാൻ വേണ്ടി ഇപ്പൊ അങ്ങോട്ട് കോരി വേറൊരു പാത്രത്തിലേക്ക് വെക്കുകയാണ്. കക്ക തോരന് വേണ്ടി നമ്മൾ ചട്ടി വെച്ചു. ഇരുമ്പ് ചട്ടി വെച്ചതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിക്കുകയാണ് ആദ്യം. എത്ര എണ്ണയാണ് ഏകദേശം ഒഴിക്കുന്നത്? 150 ഗ്രാം എണ്ണയാണ് ഒഴിക്കുന്നത്. കുറച്ച് മഞ്ഞപ്പൊടി ഇതിനോടൊപ്പം ചേർക്കുന്നു. വെളുത്തുള്ളി ചേർക്കുന്നു. വെളുത്തുള്ളി ഇടിച്ച് ചതച്ചതാണ്. കുറച്ച് ചേർത്താൽ മതി അല്ലേ? കുറച്ച് ചേർത്താൽ എത്ര ചേർത്താൽ മതി. തേങ്ങ കൊണ്ടിടാൻ പോവാ. ഓക്കെ, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് തേങ്ങ അതിലേക്ക് ഇടാൻ പോവുകയാണ്. ചെറിയ 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 പീസാണ്, അതാണ് അതിലേക്ക് ഇടാൻ പോകുന്നത്. നമ്മൾ വെളിച്ചെണ്ണ ഒരു 150 ഗ്രാം ഒഴിച്ചു. ഒപ്പം അതിനോടൊപ്പം മഞ്ഞൾപ്പൊടി കുറച്ചിട്ടു. അതിനുശേഷം വെളുത്തുള്ളി അരച്ചത് കുറച്ചിട്ടു. അതിനുശേഷം തേങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയുള്ളത് അതും ഇട്ടു. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി എന്തെല്ലാം ചേട്ടാ അതിലേക്ക് ചേർക്കുന്നത്? ഇതിനകത്തിന് ചേർക്കുന്നത് ചെറിയ ഉള്ളി അരിഞ്ഞത്. ചെറിയ ഉള്ളിയാണോ? വലിയ സവാള ചെറിയ ഉള്ളി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി, പച്ചമുളക് ഇത്രയും പാടും. പിന്നെ തേങ്ങാപ്പീരി ഇടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആദ്യം മുളക് ഇടും. മുളക് ഇട്ടതിന് ശേഷം പിന്നെ തേങ്ങാപ്പീരി ഇടത്തുള്ളൂ. മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ഇട്ടൊന്ന് വെന്തതിന് ശേഷം പിന്നെ തേങ്ങാപ്പീരി ഇടും. ഇതിപ്പോ എണ്ണ ഇടാൻ പോകും. സവാള ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ അടുത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ്. സവാള ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സവാളയെ നമ്മൾ പുറത്തേക്ക് ഇറക്കി മാറ്റി. ഇനി സവാള അതിലേക്ക് ആ കറിയിലെ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മുളക്, മല്ലിപ്പൊടി, നമ്മൾ പച്ചമുളക്, മഞ്ഞൾപ്പൊടി, ഒപ്പം നമ്മൾ കുരുമുളക് ചേർത്തു. കുരുമുളക് ചേർത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി ചേർത്തു. എല്ലാം കൂടി ചേർത്തിട്ടുണ്ട് ആ കറിക്ക് നേരത്തെ. ഇപ്പോൾ നമ്മൾ സവാള കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് എണ്ണയിൽ വറുത്തതിന് ശേഷം അത് അതിലേക്ക് ചേർക്കും. കക്കത്തോറിന് വേണ്ടി അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒപ്പം കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇത് നമ്മൾ ചേർക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇതിനു വേണ്ടി ചേർത്ത കാര്യങ്ങൾ ഈ കൂടിന് ആദ്യം ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചു തന്നെ നമ്മള് മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ചെറുതായിട്ട് വെളുത്തുള്ളി ഇട്ടു. വെളുത്തുള്ളി ചതച്ചതിട്ടു. അതിനുശേഷം പിന്നെ തേങ്ങ ഇട്ടു. അരിഞ്ഞ തേങ്ങ ഇട്ടു. അതിനുശേഷം ഇട്ടത് ഉള്ളി ഇട്ടു. സവാള നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ഇത് ഇട്ടു. അതിനുശേഷം നമ്മളിപ്പോ ഇട്ടതെന്ന് പറഞ്ഞാല് ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി മരുന്നും കൂടിയാണ് ഇട്ടിരിക്കുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി. എത്ര